തട്ടിപ്പുകൾ പുറത്തുവന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പോറ്റി മുഖേനയുള്ള വാറന്റി ദേവസ്വം വേണ്ടെന്ന് വെച്ചു. ബോർഡുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ ഇടപാടുകളുടെ തെളിവ് മീഡിയ വണ്ണിന് ലഭിച്ചു. 2019 ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലാണ്. പിന്നാലെ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി ഇതിന് 40 വർഷത്തെ വാറന്റി പോറ്റിയുടെ പേരിൽ എഴുതി നൽകി. ശില്പപാളികൾക്ക് മങ്ങലുണ്ടായെന്ന് പറഞ്ഞ് ഈ വർഷവും പാളികളിൽ സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് പോറ്റിയെ ഏർപ്പാടാക്കിയത് വാറന്റിയുടെ പേരിലാണ്. പോറ്റിയുടെ തട്ടിപ്പുകൾ പുറത്തായതോടെയാണ് വാറന്റി വേണ്ടെന്ന് വെക്കുന്നത്. ഇതുവഴി ബോർഡിന് 18 ലക്ഷം രൂപ നഷ്ടം വരും. ഇപ്പോഴാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവതാരത്തെക്കുറിച്ചൊക്കെ വരുന്നത്. ഇപ്പോഴല്ലേ നിങ്ങളായാലും കോടതിയായാലും എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണല്ലോ. അവിടെ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കൃത്യമായി, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചു, അയക്കൊരു കത്ത് അയച്ചു. എന്താ കുഴപ്പം? ശബരിമലയിലേക്ക് മണി സമർപ്പിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ്. 2017 ജൂൺ 18 കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് രഥഘോഷയാത്രയായാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ദേവസ്വം ബോർഡിന്റെ അനുമതി ഉണ്ടായിരുന്നെന്ന് ഇളമ്പള്ളി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പറഞ്ഞു. ഇത് അമ്പലപ്പുഴ പേട്ടകെട്ടുകാരുടെ ഒരു രഥമുണ്ടായിരുന്നു. അത് അലങ്കരിച്ച് ഘോഷയാത്രയായിട്ട് 8-10 അമ്പലങ്ങളിൽ പോയതിന് ശേഷമാണ് പമ്പയിലോട്ട് ചെല്ലുന്നത്. ദേവസ്വത്തിൻ്റെ അനുവാദമൊക്കെ ചോദിച്ച് വാങ്ങിച്ച് ദേവസ്വത്തിലെ ജീവനക്കാരുണ്ടായിരുന്നു, പഴയ MLA പത്മകുമാർ ഉണ്ടായിരുന്നു, വിവിധ ആൾക്കാരുണ്ടായിരുന്നു. ചടങ്ങിന്റെ നോട്ടീസും മീഡിയ വണ്ണിന് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ഇടപാടുകൾക്കും ദേവസ്വം ബോർഡിന്റെ സമ്മതം കൂടി ഉണ്ടായിരുന്നെന്ന് ഇതും തെളിവാണ്. മീഡിയ വൺ, തിരുവനന്തപുരം.